ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചൂട് കാലത്തും നോമ്പിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കുക. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം പഴം ചേർത്തിട്ട് അതിലേക്ക് ഈ പാല് കട്ട ചെയ്ത് ഉടച്ച് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഞാനിവിടെ ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അളവിനനുസരിച്ച്. ഞാനിവിടെ ഒരു 2-3 ഈത്തപ്പഴമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പഴത്തിൻ്റെ മധുരം അത്യാവശ്യത്തിന് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാൽപ്പൊടിക്ക് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് പൊടിക്ക് പകരം ഓർലിക്സ് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് എത്രയാണോ ഇത് ഒന്ന് ലൂസായി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു കട്ടിക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനിതാ മേലെ ഒരു 2 സ്പൂണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ പഴം വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.